ഗസയിലെ വെടിനിർത്തൽ ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. കരാറിന്റെ കരട് ഹമാസ് അംഗീകരിച്ചുവെന്ന് റിപ്പോർട്ട്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സന്തോഷവാർത്ത പ്രതീക്ഷിക്കാമെന്ന് ഇസ്രായേൽ ഉപവിദേശകാര്യമന്ത്രി ഷെറിൻ ഹസ്ഗൽ. ചർച്ചകൾ അന്തിമഘട്ടത്തിലെന്ന് മധ്യസ്ഥം വഹിക്കുന്ന ഖത്തർ അറിയിച്ചു. ബന്ദികളെ ഘട്ടം ഘട്ടമായി മോചിപ്പിക്കാനാണ് കരട് കരാറിലെ നിർദ്ദേശമെന്നാണ് വിവരം. ആദ്യഘട്ടത്തിൽ 33 ബന്ദികളെ മോചിപ്പിച്ചേക്കും. ചർച്ചയിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നും അന്തിമ പദ്ധതിക്ക് ഇസ്രയേലി മന്ത്രിസഭയുടെ അംഗീകാരം ലഭിക്കേണ്ടതുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ബന്ദികളെ കൈമാറുന്നതിലും സേനാ പിന്മാറ്റത്തിനുമാണ് കരാറിന്റെ കരട് നിർദ്ദേശം. ഹമാസ് ഇസ്രായേൽ വെടിനിർത്തൽ ചർച്ചകളെ ഏറെ നാളായി പുരോഗമിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഖത്തറിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചകൾ നിർണായക പുരോഗതി കൈവരിച്ചത്. യുദ്ധം തുടങ്ങി 15 മാസം പിന്നിടുമ്പോഴാണ് വെടിനിർത്തൽ കരാറിൽ തീരുമാനമാകുന്നത്. രാജ്യാന്തര സമൂഹത്തിന്റെ മേൽനോട്ടത്തിൽ ഗസയുടെ പുനർനിർമ്മാണവും കരാറിൽ പറയുന്നുണ്ട്. 3 ഘട്ടമായിട്ടാകും വെടിനിർത്തൽ നടപ്പിലാക്കുക. 2023 ഒക്ടോബർ 7-ന് ഇസ്രായേൽ ആക്രമിച്ച് 251 പേരെയാണ് ഹമാസ് ബന്ദികളാക്കിയത്. 2023 നവംബറിൽ നടപ്പിലാക്കിയ വെടിനിർത്തൽ ഇടവേളയ്ക്കിടെ അതിൽ 80 പേരെ മോചിപ്പിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മൈ വിഷൻ.